ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള തലസ്ഥാനമായ സനായിൽ ഇറാന്റെ വിമാനം ഇറങ്ങുന്നത് തടയാൻ തിങ്കളാഴ്ച സന വിമാനത്താവളത്തിന്റെ റൺവേക്ക് നേരെ ആക്രമണം നടത്തി യമനിലെ ഔദ്യോഗിക സർക്കാർ രംഗത്ത് വന്നതോടെ ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷത്തിൽ യമനിലെ ഹൂത്തികൾ കൂടി പ്രത്യക്ഷമായി ഇടപെടാൻ പോകുന്നതാണ് നമുക്കിനി കാണാൻ കഴിയുക. മാത്രവുമല്ല, ഹൂത്തികളും യമൻ സർക്കാരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് ഇത് വഴിവെക്കുക കൂടി ചെയ്തു. അവിടെയും നിൽക്കുന്നില്ല, അത് സൗദിയുമായിട്ട് 4 വർഷം മുൻപ് ഉണ്ടാക്കിയ ഒരു വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനത്തിലേക്ക് പോയി കഴിയുകയും വീണ്ടും ഒരു സൗദി ഹൂത്തി സംഘർഷത്തിൻ്റെ സാധ്യതകളിലേക്ക് വഴി തുറക്കുകയും ആ മേഖല കൂടി അസ്വസ്ഥമാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇതോടുകൂടി നമുക്ക് കാണാൻ പോകുന്നത്. തിങ്കളാഴ്ചയാണ് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള സന വിമാനത്താവളത്തിൻ്റെ റൺവേ യമൻ സൈന്യം ആക്രമിച്ചത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ ഹൂത്തി പ്രതിനിധി സംഘത്തെ കൊണ്ടുവരാൻ ശ്രമിച്ച ഇറാനിയൻ വിമാനത്തെ തടയാനായിരുന്നു ഈ ആക്രമണം നടന്നത്. ഇതിന് പിന്നിൽ സൗദി സഖ്യകക്ഷികളുടെ പിന്തുണയുണ്ടെന്ന് ഹൂത്തികൾ ആരോപിക്കുകയും സൗദിക്കെതിരെ നിരവധി തവണകളിലായി മിസൈൽ ആക്രമണങ്ങൾ ഹൂത്തികൾ നടത്തുകയും ചെയ്തു. എല്ലാ മിസൈലുകളും സൗദി സൈന്യം പ്രതിരോധിച്ചതായി സൗദി അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് സൗദി അതിർത്തികളിൽ കനത്ത ജാഗ്രതയാണ് ഇപ്പോൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. സൗദിയുടെ പങ്ക് ആരോപിക്കപ്പെട്ട ശേഷം ഹൂത്തികളുടെ 4 വർഷം മുൻപുണ്ടായിരുന്ന ഈ സമാധാന കരാറിൻ്റെ ഭാവിയും ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ്. സൗദിയുടെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ഹൂത്തികൾ നടത്തിയ ആക്രമണത്തെ തുടർന്ന് 2022 മാർച്ചിൽ അനൗദ്യോഗിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം സൗദി അറേബ്യക്കെതിരെ ഹൂത്തികൾ നടത്തുന്ന ആദ്യത്തെ നേരിട്ടുള്ള ആക്രമണമായി ഈ സംഭവം ഇതോടെ മാറുകയും ചെയ്തിട്ടുണ്ട്. സൗദിയുടെ വടക്കൻ മേഖലയായിട്ടുള്ള അബഹ വിമാനത്താവളത്തിലാണ് ഇത്തവണ ഹൂത്തികൾ ആക്രമണം നടത്തിയത്. ഇറാൻ സംഘർഷത്തിൽ ഏപ്രിലിലുണ്ടായ വെടിനിർത്തലിനെ തുടർന്ന് സൗദിയുടെ കിഴക്കൻ മേഖലയെയും റിയാദിനെയും ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ അവസാനിച്ചിരുന്നു. എന്നാൽ തിങ്കളാഴ്ചയുണ്ടായ ഈ ആക്രമണം സൗദി അറേബ്യയുടെ തെക്കൻ കിഴക്കൻ അതിർത്തികളിൽ വീണ്ടും കടുത്ത യുദ്ധസമാനമായ സാഹചര്യമാണ് വഴി തുറക്കപ്പെട്ടിരിക്കുന്നത്. ഇത് സൗദിയെയും വലിയ അർത്ഥത്തിൽ പ്രശ്നത്തിലേക്ക് നയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതോടെ പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് ഇറാന് പിന്തുണയുമായി ഹൂത്തികളും രംഗത്ത് വരികയാണ്. സൗദിക്ക് പിന്തുണയുമായി അമേരിക്കയും പാകിസ്ഥാനും രംഗത്ത് വരുമ്പോൾ ഹൂത്തികൾക്ക് പിന്തുണയുമായി ഇറാനും രംഗത്ത് വരുന്നു. ഇറാൻ ഹോർമുസ് അടച്ചപ്പോൾ ബാബൽ മന്ദബ് കടലിടുക്ക് അടക്കാൻ ഹൂത്തികളും ഇപ്പോൾ തയ്യാറെടുക്കുന്നതായാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളെല്ലാം. ഇങ്ങനെ സംഭവിച്ചാൽ എണ്ണ കയറ്റുമതിയുടെ വലിയൊരു ഭാഗം തന്നെ പ്രതിസന്ധിയിലാവുകയും അതോടൊപ്പം തന്നെ എണ്ണ മാർക്കറ്റിൽ എണ്ണയുടെ വിലക്കയറ്റവും സ്വർണത്തിൻ്റെ വിലക്കയറ്റവും എല്ലാം സംബന്ധിച്ച വലിയ പ്രതിസന്ധികൾ നേരിടുക തന്നെ ചെയ്യും. നേരത്തെ ഇസ്രായേൽ ഗാസയിൽ രൂക്ഷമായ ആക്രമണം നടത്തിയിരുന്ന സമയത്തും ആ ബാബൽ മന്ദബ് അടക്കാൻ ഹൂത്തികൾ തയ്യാറായിരുന്നു. ഈ ബാബൽ മന്ദബ് ആ സമയത്ത് തുറക്കാൻ ലോകം ഒന്നിച്ച് ഹൂത്തികളോട് ആവശ്യപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നതാണ്. എണ്ണവില ആ സമയത്ത് കുതിച്ചുയർന്നതും നമ്മൾ കണ്ടു. ഹൂത്തി മുന്നറിയിപ്പ് ലംഘിക്കുന്ന കപ്പലുകളെ ഹൂത്തികൾ ആക്രമിച്ചതും ചില കപ്പലുകൾ പിടിച്ചടക്കിയതും ചില കപ്പലുകൾ കടലിൽ മുക്കിയതുമെല്ലാം സംഭവിച്ചു കഴിഞ്ഞ സംഭവങ്ങളാണ്. ഇതിലേക്ക് ഹോർമസും ബാബൽ മന്ദബും ഒന്നിച്ച് അടയ്ക്കുന്നൊരവസ്ഥ വന്നാൽ അന്ന് ഒരുപക്ഷെ ഹോർമസ് അടയ്ക്കപ്പെട്ടിരുന്നില്ല, ഇറാൻ അത് മലർക്കെ തുറന്നു വെച്ചിരുന്നതാണ്. എന്നാൽ ഈ സമയം ഹോർമസും ബാബൽ മന്ദബും കൂടി അടക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ലോകത്തുണ്ടാക്കുന്ന പ്രശ്നം വളരെ വലുതാണ്. ഹോർമസിന് ബദലായി മറ്റൊരു പാതയെക്കുറിച്ച് സൗദിയും മറ്റു രാജ്യങ്ങളുമൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് മറുഭാഗത്ത് നടക്കുന്നു. എന്നാൽ അതൊന്നും വളരെ പെട്ടെന്ന് നടക്കുന്ന ഒന്നല്ല. വർഷങ്ങൾ നീണ്ട അധ്വാനവും വർഷങ്ങൾ നീണ്ട പരിശ്രമവും വേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ബാബൽ മന്ദബും ഒപ്പം തന്നെ ഹോർമസും ഒരേ സമയം അടക്കപ്പെട്ടാൽ അത് യൂറോപ്പിന് കൂടി സാരമായിട്ട് ബാധിക്കും. ഈ ഹോർമസ് അടക്കപ്പെട്ടപ്പോൾ യൂറോപ്പിനെ അത് സാരമായി ബാധിച്ചിരുന്നില്ല. കാരണം യൂറോപ്പിലേക്കുള്ള ഒരു കയറ്റുമതിയുടെ ഒരു ഭാഗമായി വന്നിരുന്നത് ഈ ബാബൽ മന്ദബാണ്. യൂറോപ്പും ആഫ്രിക്കയും എല്ലാം ഈ ഒരു പ്രശ്നം ഒന്നിച്ച് നേരിടുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇതുവരെ മനസ്സ് തുറക്കാത്ത, ഇതുവരെ ഈ യുദ്ധചേരിയിലേക്ക് രംഗത്ത് വരാത്ത ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും അടക്കമുള്ള രാഷ്ട്രങ്ങളും ഒരുപക്ഷെ ഈ ഒരു പ്രശ്നം അവരുടെ രാജ്യത്ത് നേരിടേണ്ടി വന്നാൽ ഈ മേഖലയിലേക്ക് ഇടപെടാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്,
തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്നത് തങ്ങളുടെ ഒരു രാജ്യത്തിനെ ആക്രമിക്കുന്ന ഒരു വിഷയം മാത്രമായിട്ട് ചുരുങ്ങില്ല, അത് മേഖലയെ മുഴുവൻ ബാധിക്കും എന്ന തരത്തിൽ നേരത്തെ തന്നെ ഇറാന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതാണ്. ഒരുപക്ഷെ ഇറാൻ ലക്ഷ്യം വെച്ച ആ ഒരു ഘട്ടം ഇതാ കടന്നു വരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ മേഖലയിലേക്ക് അഥവാ സൗദിയും യമനിലെ ഹൂത്തികളും ഒപ്പം തന്നെ സിറിയയിലും അതോടൊപ്പം തന്നെ തുർക്കിയും അതോടൊപ്പം തന്നെ ഇറാനും ഒരേ സമയം ഒരേ വലിയ ഒരു യുദ്ധ പ്രതീതിയിലേക്ക് നിൽക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്കിനി കാണാൻ സാധിക്കുക. അതേസമയം ഇറാന്റെ യമനിലെ ഇടപെടലുകളെ യമൻ സർക്കാരിൻ്റെ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ ചെയർമാൻ റഷാദ് അൽ അലിമി ശക്തമായ ഭാഷയിൽ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. സംഘർഷത്തിൽ യമൻ സർക്കാർ കൂടി കടന്നു വരുന്നു എന്ന സൂചനകളും അദ്ദേഹം നൽകുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ യമനിലെ ഹൂത്തികൾക്ക് സ്വാധീനമുള്ള തലസ്ഥാനം സന ഉൾപ്പെടെ സൗദി, അമേരിക്കൻ, ഇസ്രയേൽ സൈന്യവും ഒപ്പം സർക്കാർ സേനയും സനായെ ആക്രമിക്കും. അതേസമയം ഹൂത്തികൾ യമൻ സർക്കാരിനെതിരെയും ആക്രമണം അയച്ചുവിടും. ഹൂത്തികൾക്ക് പിന്തുണയുമായി ഒരുപക്ഷെ ഇറാനും ഉണ്ടാകും. അങ്ങനെയാകുമ്പോൾ ഫലത്തിൽ യമന്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് കൂടി ഇത് കാരണമാകും. ഇറാൻ യമനെ വെച്ച് കളിക്കരുത് എന്നും ടെഹ്റാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി യമനെ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കുവാനുള്ള ഇറാന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാതിരിക്കാൻ തർക്കം കൂടുതൽ വഷളാക്കരുത് എന്ന നിർദ്ദേശവും റഷാദ് അൽ അലിമി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. യമന്റെ പരമാധികാരത്തിന് മേലുള്ള ഇറാന്റെ ഏത് ലംഘനങ്ങളെയും നേരിടാൻ സർക്കാർ സജ്ജമാണ്. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഏത് അറ്റം വരെയും തങ്ങൾ പോകും എന്നും അദ്ദേഹം പറയുന്നു. യമനെ തങ്ങളുടെ രാജ്യത്തെ കരുവാക്കി നടത്തുന്ന സംഘർഷത്തിൽ കേവലം അപലപിക്കൽ മാത്രം നടത്തി കാഴ്ചക്കാരാകാതെ ശക്തമായി ഇടപെടാൻ യമൻ സർക്കാർ അന്താരാഷ്ട്ര സമൂഹത്തോടും UN രക്ഷാസമിതിയോടും വിവിധ രാജ്യങ്ങളോടുമൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. യമനിലെയും ഗൾഫ് മേഖലയിലെയും ഈ പുതിയ സംഭവവികാസങ്ങൾ വീണ്ടും ഒരു കടുത്ത ആക്രമണ പരമ്പരയ്ക്ക് കാരണം ആകുമെന്നും UN പ്രത്യേക പ്രതിനിധി ഹാൻസ് ഗ്രെൻസ്ബർഗ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹൂത്തികളോടും സൗദി പിന്തുണയുള്ള യമൻ സർക്കാരിനോടും നയതന്ത്ര പാത സ്വീകരിക്കുവാനും പെട്ടെന്നുള്ള സൈനിക നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയാനും UN ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി യമന്റെ മണ്ണിൽ സംഘർഷം വ്യാപകമാകും എന്ന് ഉറപ്പാണ്. അങ്ങനെ സംഭവിച്ചാൽ ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ വിളിച്ചു വരുത്തുമെന്ന സൂചനയാണ് ഇപ്പോൾ യമനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്.